മക്കളെ, 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ +1ലേക്ക് സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സിനെ പറ്റി സംസാരിക്കാനാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾ വരുത്തുന്ന തെറ്റെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് ഒരു സ്ട്രീം ചൂസ് ചെയ്തു, അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ കൂടെ എനിക്ക് പഠിക്കണം, അതുകൊണ്ട് ഞാനും ആ സ്ട്രീം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ +1ലേക്ക് കയറുമ്പോൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ളത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കാനായിട്ട്. ബിക്കോസ് വേറൊരാൾ അത് എടുത്തു അതുകൊണ്ട് ഞാനും എടുക്കുന്നു, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല, ചെയ്യാനും വേണ്ടി പാടില്ല. രണ്ടാമതായിട്ട് മിക്ക ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്, എത്ര A+ വേണം കൊമേഴ്സ് എടുക്കാനായിട്ട്? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കൊമേഴ്സ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് കൊമേഴ്സ് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ, ബിക്കോസ് കൊമേഴ്സിലുള്ള സബ്ജക്റ്റിനും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി നേരത്തെ ഫാക്കൽറ്റീസ് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഏതൊക്കെ സബ്ജക്ട്സാണ് ഉള്ളതെന്ന്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇത് 3 നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമ്മുടെ ബ്രിഡ്ജ് ക്ലാസ് നടക്കുന്നുണ്ട്, അതും കൂടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് നമുക്ക് A+ൻ്റെ എണ്ണത്തിലേക്കല്ല, നിങ്ങൾക്ക് ഈ ഫീൽഡ് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഈ സ്ട്രീം പറ്റുന്നുണ്ടോ എന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ടുള്ളൊരു മിത്താണ് കൊമേഴ്സിനെ പറ്റി. സയൻസ് കിട്ടാത്തത് കൊണ്ട് മിക്ക ആൾക്കാരും എടുക്കുന്ന ഒന്നാണ് കൊമേഴ്സ്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞത് കൊണ്ടാണ് കൊമേഴ്സ് എടുത്തത്. അങ്ങനെയൊന്നുമില്ല. കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകളെന്ന് പറയുന്നത് അനവധിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ CA, ACCA, CMAക്ക് ഇപ്പോൾ ഉള്ളൊരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതായത് ഒരുപാട് ആൾക്കാരാണ് ആ മേഖലയിലേക്ക് പോയിട്ട് സക്സസ്ഫുൾ ആകുന്നത്. സോ അതുകൊണ്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാർ എടുക്കുന്ന ഒരു സ്ട്രീം അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രീം ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റായിട്ട് നിങ്ങൾ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്, ഓപ്ഷണൽ സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാതെ സ്കൂളുകൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കൊമേഴ്സിന് ഓപ്ഷനിൽ വരുന്ന സബ്ജക്റ്റുകളാണ് പൊളിറ്റിക്കൽ സയൻസ്, മാത്സ്, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ 4 സബ്ജക്റ്റാണ് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വരുന്നത്. അതായത് നമ്മുടെ കോർ പേപ്പർ കൂടാതെ നിങ്ങൾ പഠിക്കേണ്ട 4 സബ്ജക്റ്റ്. അതിലേതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചാൽ മതി, 4 പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാകും, ഇംഗ്ലീഷും ഉണ്ടാകും. അത് വേറെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പം മിക്ക കുട്ടികളും ചെയ്യുന്നത് സ്കൂൾ കോഡ് നോക്കി ഓൾറെഡി അപ്ലൈ ചെയ്ത് വിടും. ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് ആ സ്കൂളിലുള്ളതെന്ന് നിങ്ങൾ നോക്കാനായിട്ട് വിട്ടു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആദ്യം തന്നെ ആ സ്കൂളിൽ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണുള്ളതെന്ന് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് എല്ലാ സ്കൂളുകളും എല്ലാ ഓപ്ഷണൽ സബ്ജക്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചില സ്കൂളുകളിൽ ചില ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല. സോ യെസ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. സോ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ, ബിക്കോസ് ഞാൻ എൻ്റെ +1 +2 ലൈഫിൽ വരുത്തിയ മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ. ഇനി വരുന്ന ഒരു ജനറേഷൻ അതൊരിക്കലും വരുത്താൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. എത്ര ആളെന്ന് മുറിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാലും നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ വരുത്തും. പക്ഷേ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. സ്ട്രീം ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി ഇതേപോലുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.